ബി.ജെ.പി. നേതാവ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. രജിസ്റ്റർ ചെയ്ത രണ്ടാം FIR-ൽ കൂടുതൽ ഉന്നതരുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന ദേവസ്വം പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ അടക്കമുള്ളവർ ഉൾപ്പെടുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാനാവുന്നത്. എങ്ങനെ കാണുന്നു ഇതിനെ? ആദ്യമേ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ വലിയൊരു കാര്യം ശബരിമല കേന്ദ്രീകരിച്ച് ചെയ്യണമെങ്കിൽ അത് പത്മകുമാറിൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വസ്തുതയല്ല. ഏതാനും ചില ആളുകളിൽ കെട്ടിവെച്ചുകൊണ്ട് ഇത് രക്ഷപ്പെടാനും സാധ്യമല്ല. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അറിയാതെ ശബരിമലയിലെ ക്യാമറകൾ കണ്ണ് ചിമ്മുന്ന പ്രശ്നമേയില്ല. അപ്പോ ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഓഫീസർമാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എത്രമാത്രം ശക്തനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന്. ആ ശക്തിയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇതിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് വരികയല്ല. ഇവരെന്തിനാണ് ഇങ്ങനെ മാറ്റി മാറ്റി FIR-കൾ ഇടുന്നത്? ഇവരോട് കേരളത്തിലെ ജനം ആവശ്യപ്പെടുന്നത് എന്താണ്? ഒരു സെൻട്രൽ ഏജൻസി അന്വേഷണം നടത്തട്ടെ. CBI വന്ന് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം. കേരള പോലീസ് പലതരത്തിലുള്ള മാജിക്കുകളും ചെയ്യാൻ താല്പര്യമുള്ളവരും കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു കൊടുത്തവരുമാണ്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഏജൻസികൾ ഇവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ എങ്ങനെയെല്ലാം പ്രതികളെ സംരക്ഷിക്കണമെന്ന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനാണ് കേരള പോലീസ് പരിശ്രമിച്ചത്. അങ്ങനെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴില് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൊള്ള നടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ രാജിവെച്ചൊഴിയേണ്ടതാണ്. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, താങ്കൾ ആഭ്യന്തര വകുപ്പിന്റെ കാര്യം പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. പോലീസിന് ഇക്കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതൊക്കെ ശരിയാണ്. ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അവിടെ ഒരു ദേവസ്വം വകുപ്പുണ്ട്. ആ വകുപ്പിന്റെ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ. അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുക? കാരണം ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് അദ്ദേഹത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വസ്തുതയല്ല. അദ്ദേഹം മൗനം പാലിക്കുന്നത് തന്നെ, അദ്ദേഹത്തിന്റെ മൗനം തന്നെയാണ് പിണറായി വിജയനിലേക്കുള്ള വഴി. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിലേക്ക് ഈ വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ എത്തിച്ചേരും എന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രന്റെ മൗനം തന്നെയാണ് ഈ വിഷയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോ എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല ആഭ്യന്തര വകുപ്പിന്റെ സഹായമില്ലാതെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സഹായമില്ലാതെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ മാത്രം ചേർന്നുകൊണ്ട് നടത്താൻ സാധിക്കുന്ന ഒരു കൊള്ളയല്ല ശബരിമലയിൽ നടന്നിട്ടുള്ളത്. 51 മഹാക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ. ഈ 51 മഹാക്ഷേത്രങ്ങളിലും ആവശ്യത്തിൽ കൂടുതൽ, അത് അമ്പലങ്ങളിൽ എടുത്ത് തോന്നിയ പോലെ ചെലവ് ചെയ്യാനുള്ളതല്ല, ആവശ്യത്തിൽ കൂടുതൽ കാണിക്ക മനുഷ്യർ, പാവപ്പെട്ടവർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊണ്ടുപോയി സമർപ്പിച്ചിട്ടുള്ളതാണ്. ആ 51 ക്ഷേത്രങ്ങളിലെയും സ്വത്ത് വിവര പട്ടികകളെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയെങ്കിലും അറിയാനുള്ള ആഗ്രഹമുണ്ട്, അറിയണം. അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന വരവും ചെലവും അതുപോലെ തന്നെ ഇവിടെ എത്രമാത്രം സൂക്ഷിപ്പുണ്ട്, ഇതിനെക്കുറിച്ചെല്ലാം ജനങ്ങളോട് തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. അത് പിണറായി വിജയന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന പോലീസ് ഓഫീസർമാർ അന്വേഷിച്ചാൽ ശബരിമലയിലെ വിഷയം തീരില്ല എന്നാണ് ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഒരു കാര്യം കൂടി, സന്നിധാനത്ത് വലിയ തോതിൽ കണക്കെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ആ കണക്കെടുപ്പ് പൂർത്തിയാകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. കോടതിക്ക് മുന്നിലാണത് വെക്കുക. എന്നിരുന്നാൽ പോലും അതും നിർണായകമല്ല ഈ സമയത്ത്. അത് ശബരിമലയിലെ ഡേറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. ശബരിമലയില് അയ്യപ്പന്റെ ചില പ്രത്യേകതകളുണ്ട്. അതെന്താണ് എന്നുള്ളത് തന്ത്രി മുഖ്യന്മാർ കഴിഞ്ഞ കാല കേരള സമൂഹത്തോട് പ്രതികരിച്ചിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡ് ചെയർമാൻ ആകട്ടെ, ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, അതൊക്കെ പടിക്ക് പുറത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ തന്ത്രി മുഖ്യന്മാരായിട്ടുള്ള ആളുകളും ഇവിടുത്തെ മതപണ്ഡിതന്മാരും അവരുൾപ്പെടെയുള്ള ആളുകൾക്കും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾക്കും ബോധ്യം വരുന്ന രീതിയിൽ അന്വേഷണം നടക്കണമെന്നുള്ളതാണ്. ആരുടെ നേതൃത്വത്തിൽ കണക്കെടുപ്പ് നടത്തുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ കൊണ്ടുപോയതിന്റെ ബാക്കിയാണല്ലോ എന്തായാലും കണക്കെടുപ്പിൽ ഉണ്ടാകുള്ളൂ. കൊണ്ടുപോയി എന്നുള്ളത് നമ്മുടെ എല്ലാം മുമ്പിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. അപ്പോ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വൈദഗ്ധ്യമുള്ളവർ,
ഈ കേരളത്തിൽ മുഴുവൻ കേരളത്തിലെയും എത്ര സ്വത്തുക്കൾ അവർ കൊണ്ടുപോയിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ് ആശങ്ക. അല്ലാതെ അയ്യപ്പന്റെ സന്നിധാനത്തിൽ ബാക്കി എന്ത് നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അത് നടക്കട്ടെ, അതൊരു വഴിക്ക് നടക്കട്ടെ. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതിന് പകരം ഇനി കേരളത്തിലെ ആധ്യാത്മിക കേന്ദ്രങ്ങളുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് ചോദ്യം ചെയ്യാൻ ഊർജത്തോടുകൂടി തന്റേടത്തോടുകൂടി ഇവിടുത്തെ മനുഷ്യർ പ്രതികരിക്കുകയും ഉണർന്നെണീക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും ബാക്കി ഉണ്ടാകില്ല എന്ന് പറയാനാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്.